ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായിട്ട് രാവിലത്തെ വീഡിയോ എടുക്കുകയോ ചേച്ചി എന്തപ്പോൾ ലോങ് വീഡിയോ ഒന്നും ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ച് കമൻറ്റ്സ് വരുന്നു. അപ്പോൾ 5-6 ദിവസമായിട്ടോ ഞാൻ നമ്മുടെ ഒരു വീഡിയോ എടുത്തിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ളോഗ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതേ സോഫയൊന്നും വലിയ കാര്യമായിട്ട് ഇങ്ങനെ മുഷിഞ്ഞ് കിടക്കണമെന്നില്ല, കാരണം ഇന്നലെ വിൻഷേട്ടനും തേജ് എനിക്കുമ്പോൾ വൃത്തിയാക്കി ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ടിക്കുളഞ്ഞ് ഇടുക ചെയ്തുള്ളൂ, എന്നാലും എനിക്കൊരു സമാധാനം ഉള്ളൂ കേട്ടോ. അങ്ങനെ ഉമ്മറത്തിലായിട്ട് നല്ല ഇരുട്ടാണ് കേട്ടോ. സംഭവം 5:45-6 മണി ആയിട്ടേ ഉള്ളൂ, പക്ഷെ നല്ല ഇരുട്ടാണ്. അപ്പം ഞാൻ മുറ്റത്ത് ലൈറ്റ് ഒന്ന് ഇട്ടൂട്ടാ. പിന്നെ കുറച്ച് പേര് പറയാറുണ്ട് രാവിലെ ആണെങ്കിലും ഇത്ര നേരത്തെ വാതിൽ തുറന്ന് ഉമ്മർത്ത് തന്നെ നിൽക്കണ്ടെന്ന്. എനിക്ക് പേടിയില്ലാത്ത വേറെ ഒന്നല്ല, നേരെ ഫ്രണ്ടിൽ ഗീതേച്ചിയും അങ്ങനെ അമ്പലത്തേക്ക് പോകണവർ, ഫ്രണ്ടിൽ കൂടെ പോകണവർ, അങ്ങനെ ഒരു തിക്കും തിരക്കൊക്കെ ചെറിയ രീതിക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ ഇത്ര ധൈര്യത്തിൽ അവിടെ പോയി നിൽക്കണം. അല്ലാണ്ട് എനിക്ക് എത്രമാത്രം ധൈര്യമുള്ള ആളൊന്നുമല്ല കേട്ടോ. ഞാൻ ആദ്യം തന്നെ ചോറിനുള്ള വെള്ളം വെച്ചു. പിന്നെ ഞാൻ ഗ്രീൻ പീസ് കറി ആയിട്ട് ഉണ്ടാക്കുന്നത്, ദോശയ്ക്ക് ഗ്രീൻ പീസ് കറി ഇട്ടാ. അങ്ങനെ ഗ്രീൻ പീസും നമ്മുടെ ഉരുളൻകിഴങ്ങും കൂടി ഇതേ വേവിക്കാൻ വെക്കുകയാട്ടോ ചെയ്യണത്. ഈടായിട്ട് ഞങ്ങൾക്ക് ഗ്രീൻ പീസിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അല്ലെങ്കിൽ ഇടയ്ക്ക് കടലോടായിരിക്കും, അല്ലെങ്കിൽ മുതിരോടായിരിക്കും, അങ്ങനെ മാറി മാറി പയറുകൾ ഇങ്ങോട്ട് മാറാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഗ്രീൻ പീസിനോടാണ് കേട്ടോ പ്രിയം. അതുകൊണ്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഗ്രീൻ പീസ് കറി വെക്കുന്നുണ്ട്. അപ്പോൾ അതേ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അതിനുള്ള അരി ആട്ടപ്പെട്ടത് വെള്ളം തിളച്ചപ്പോൾ. പിന്നെ അവിടെ അതേ ഗ്രീൻ പീസിനുള്ളത് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിലേക്കുള്ള സബോളയും പച്ചമുളകും ഒക്കെ നന്നാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അല്ലറ ചില്ലറ പണികളൊക്കെ ഉള്ളത് തീർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേ നമ്മുടെ പയറുപ്പേരിയില്ലേ, പയറുപ്പേരിക്കുള്ള ചുവന്നുള്ളിയും വെളുത്തുള്ളി ഇതേ കുത്തി മൂപ്പിക്കാനായിട്ടാണ് നോക്കുന്നത്. അപ്പം ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് വേറെ. അപ്പോൾ തേജുവിന് കറി കൂട്ടാനില്ല, അതായത് കൂട്ടാൻ നമ്മളിവിടെ കൂട്ടാൻ എന്ന് പറയും കേട്ടോ. അത് കൊണ്ടുപോകാൻ തീരെ ഇഷ്ടമല്ല, ഒന്നും കൊണ്ടുപോകാൻ ഇഷ്ടമല്ല. ഒന്നാമത്തെ കാര്യം അവന് ആകെ ഇഷ്ടം പപ്പടം അല്ലെങ്കിൽ വല്ല എന്താ പറയുക സോയാബീൻ വറുത്തത്, പൊട്ടാറ്റോ വറുത്തത്, ഇതൊക്കെ തന്നെ ഇഷ്ടമുള്ളൂ. ഇതുപോലെ ഉപ്പേരിയും കൂട്ടാനൊന്നും കഴിക്കാൻ തീരെ ഇഷ്ടമില്ല കേട്ടോ. പിന്നെ ഉപ്പേരി കൂട്ടാൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഭാഷയാണ്. കുറേ പേർക്കുള്ള പ്രശ്നമാണ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ത് ഇങ്ങനെ പറയണത്, നമ്മുടെ ഇവിടെ ഇങ്ങനെയല്ലോ പറയാന്ന്, നിങ്ങളുടെ അവിടെ അങ്ങനെയാവില്ലേ പറയുക, നമ്മുടെ ഇവിടെ ഇങ്ങനെയാണ് പറയുക. അപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത് കേട്ടോ. അപ്പോൾ പിന്നെ ഇതേ ഗ്രീൻ പീസ് കറി ഇല്ലേ, അതിലേക്കുള്ള ഗ്രേവിക്കുള്ളതാട്ടോ ഞാൻ റെഡിയാക്കണത്. അപ്പോൾ സവോളയും പച്ചമുളകും ഇതേ വയറ്റി കൊണ്ടിരിക്കുകയാണ്. പിന്നെ തക്കാളി ഇതിലേക്കുള്ളത് സൈഡിൽ കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ കുറേ വട്ടം റെസിപ്പീസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതാണ് വലിയ കാര്യമായിട്ടൊന്നും പറയാത്തത്. അപ്പോൾ ഇന്ന് വോയിസ് കൊടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിശേഷങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഉപ്പേരി ആവുന്നുണ്ട്, അതുപോലെ തന്നെ കറി ആവുന്നുണ്ട് കേട്ടോ ദോശയിലേക്ക്. അപ്പോൾ ഇതുപോലെ ദോശയ്ക്ക് ഗ്രീൻ പീസ് കറി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ആ ഒരു കോമ്പിനേഷൻ നോക്കി നോക്കൂട്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ വെക്കണ പോലെ തന്നെ വെക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓവറായിട്ട് പൊടിയോ കാര്യങ്ങളൊന്നും ഇടണ്ട. ഞാനിതിൽ മല്ലിപ്പൊടിയൊന്നും ഇല്ല കേട്ടോ, വെറും മുളക് പൊടി, മഞ്ഞപ്പൊടി, കുറച്ച് ചിക്കൻ മസാലയുടെ പൊടി, ഇത് മാത്രം ഇട്ടിട്ടാണ് ഉള്ളി വഴറ്റിയെടുക്കുന്നത്. പിന്നെ നമ്മുടെ ഗ്രീൻ പീസിൽ നല്ലോണം വേവിച്ചെടുക്കും. ഞാനിങ്ങനെ ഉടച്ച് ഇങ്ങനെ കുറുകുറുന്നനെ ആക്കിയിട്ട് വേവിച്ചെടുക്കും. എന്നിട്ട് അതിലേക്ക് ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ ചെയ്യുക. വെളിച്ചെണ്ണ ലാസ്റ്റ് ഇത്തിരി വെളിച്ചെണ്ണ തൂവി കൊടുത്തിട്ട് അതിലേക്ക് നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും. സംഭവം സെറ്റായി. പിന്നെ നമ്മൾ ഗ്രീൻ പീസിൻ്റെ കൂടെ ഒരു ഉരുളൻകിഴങ്ങ് അതായത് പൊട്ടാറ്റോ കൂടി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ഇങ്ങനെ ഒരു രൂപമായി കിട്ടും കേട്ടോ. ഇതിങ്ങനെ വെച്ച് നോക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഇതിലേക്ക് നിങ്ങൾ നല്ല മുരിഞ്ഞ ദോശയും കൂടി വന്നിട്ട് കഴിച്ചു നോക്കും. നല്ല ടേസ്റ്റ് ആട്ടോ. ചപ്പാത്തിക്ക് മാത്രമൊന്നുമല്ല, അതായത് നമ്മളിവിടെ ചപ്പാത്തി പൊതുവേ കണ്ടിട്ടുള്ളത് ചപ്പാത്തി അതുപോലെ നൂൽപുട്ട് അതിലേക്കൊക്കെയാണ് എല്ലാവരും ഗ്രീൻ പീസ് കറി കോമ്പിനേഷനായിട്ട് വെക്കാറ്. ദോശയ്ക്ക് കഴിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, കഴിക്കാത്തവർ അങ്ങനെ ആ ഒരു കോമ്പിനേഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കൂടിയും ചെയ്യും, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ കറിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അത് ഇതേ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, കണ്ടെങ്കിൽ ഉടച്ചുകൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉടച്ചുകൊടുക്കും കടലയും ഗ്രീൻ പീസും എന്തായാലും കേട്ടോ. അങ്ങനെ അതെല്ലാം പാത്രങ്ങൾ മാറ്റിയിട്ട് ഇപ്പോൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ പാത്രങ്ങളാണ് കഴുകി വെക്കേണ്ടത്. പക്ഷെ കുക്കിംഗ് കഴിഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനൊക്കെ കൈയോടെ അങ്ങനെ കഴുകി വെക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഗ്രീൻ പീസ് വേവിച്ച പാത്രം, കുക്കർ കാര്യങ്ങളൊക്കെ ഇതേ കൈയോടെ അങ്ങനെ കഴുകി വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു വൈറ്റ് കളർ പോട്ട് കുറേ പേര് ചോദിക്കാറുണ്ട്. അത് നമുക്ക് നമ്മുടെ ഹൗസ് വാമിങ്ങിന് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതല്ല, നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അതുകൊണ്ടാണ് എനിക്ക് അതിൻ്റെ ലിങ്ക് ഒന്നും ഷെയർ ചെയ്യാൻ പറ്റാത്തത്. പിന്നെ അതേ നമ്മുടെ കാപ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാപ്പി ഇതൊരു വാൽപ്പാത്രം നിറച്ചത് സംഭവം നമ്മൾ ഇത്ര കുടിക്കൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞാൻ എപ്പോഴും ഒരു വാൽപ്പാത്രം നിറച്ച് എപ്പോഴും വെക്കും ഇങ്ങനെ. പിന്നെ ഞാൻ ചിലപ്പോൾ രാവിലെ കുടിക്കാൻ തോന്നി അങ്ങനെ കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ വേസ്റ്റ് ആവാറില്ല. പിന്നെ അങ്ങനെ ഒരുവിധം ആവുമ്പോൾ ഞാനിത് എവിടെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. എനിക്കുള്ള പ്രത്യേകത എന്നല്ല, പൊതുവെ കുറച്ച് പേരെങ്കിലും ഇങ്ങനെ ഉണ്ടായിരിക്കും കേട്ടോ. അതായത് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും കൂടിയിട്ട് നിൽക്കുന്ന സ്ഥലം ഞാൻ എപ്പോഴും ഇങ്ങനെ തുടച്ച് നിൽക്കും. ഞാൻ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ചെറുതായിട്ടൊന്ന് ഒതുക്കി വെക്കുന്നുണ്ട്. പിന്നെ ആ പാത്രത്തിൽ
പാത്രത്തിൽ കുറച്ച് ഓയിൽ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഞാൻ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പപ്പടം കാച്ചും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൽ തന്നെ അങ്ങനെ മൂടി വെച്ചേക്കാണ്. അപ്പോൾ നമ്മുടെ ആയ സാധനങ്ങളൊക്കെ ഇതേ മാറ്റി വെച്ച് അവിടെ അത് ഇങ്ങനെ തുടച്ചിടുന്നുണ്ട്. ഗ്യാസ് പിന്നെ ചൂടാലോ. ഗ്യാസ് എനിക്ക് ആ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു കേട്ടോ. ഗ്യാസും എന്തെങ്കിലും അപ്പം തന്നെ നനഞ്ഞ തുണികൊണ്ട് ഞാൻ പോയി തുടയ്ക്കും. അപ്പോൾ അതൊരു വീഡിയോയിൽ കണ്ടിട്ടാ തോന്നുന്നു ഒരമ്മ കേട്ടോ, അമ്മയുടെയൊക്കെ പ്രായമുള്ളൊരു ചേച്ചി തന്നെയാണ്. ആളിങ്ങനെ കമൻറ്റ് ചെയ്തു, മോളെ ചൂട് കൊടുക്കാൻ ഗ്യാസ് പോയിട്ട് നന്ന തുണി കൊണ്ട് തുടയ്ക്കരുത്, ചിലപ്പോൾ പൊട്ടും, അപ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിട്ടുണ്ട്. ഞാൻ ചൂട് വിട്ടതിന് ശേഷമേ ഗ്യാസ് ഇപ്പോൾ തൊടാൻ പോകാറുള്ളൂ. അപ്പോൾ നമ്മുടെ ഉപ്പേരി ആയിട്ടുണ്ട് കേട്ടോ, പയറുപ്പേരിയാണ്. അത് ഇതേ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇന്നലത്തെ കറി ഫ്രിഡ്ജിൽ കുറച്ച് ഇരിപ്പുണ്ട് കേട്ടോ, അതാണ് ഞാൻ കറി പിന്നെ വെക്കാഞ്ഞത്. ആ കറി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ചൂടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പയറുപ്പേരി ആയപ്പോൾ ആ പാത്രം കൂടി ഇതേ കൈയോടെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തന്നെയാണ് പണി. പാത്രം കഴുകുക, അവിടെ തുടയ്ക്കുക, പാത്രം കഴുകുക, അവിടെ തുടയ്ക്കുക. ഞാൻ എപ്പോൾ കിച്ചണിൽ നിൽക്കുമ്പോഴും കുക്ക് ചെയ്യണേക്കാൾ കൂടുതൽ എനിക്കുള്ള പണി അതാണ്. പാത്രം കഴുകുക, എന്തെങ്കിലും പരന്നത് അവിടെ പോയി തുടയ്ക്കുക കേട്ടോ. അങ്ങനെ ഇതെല്ലാ പാത്രങ്ങളും കയറ്റി മുകളിൽ വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വിറകിൻ്റെ കാര്യം ഇപ്പോഴും ചോദിക്കുന്നുണ്ട് കേട്ടോ. വിറക് നമ്മൾ ഇപ്പുറത്തേക്ക് മാറ്റും, ഒരു നല്ല ഗ്യാപ്പ് കിട്ടാൻ വേണ്ടി അങ്ങനെ വെച്ചേക്കട്ടെ. എല്ലാം ഒതുക്കിയൊന്നും വെക്കണ്ട, കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പം എല്ലാം കൂടി ഒരു ഗ്യാപ്പ് കിട്ടിയിട്ട് വേണം നമുക്ക് നമ്മുടെ വിറക് അപ്പുറത്തെ പുറത്തേക്ക് റാക്കിൻ്റെ മുകളിലേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ദോശയാണ് കേട്ടോ. ഇത് വിൻചേട്ടനുള്ള ദോശയാണ്. വിൻചേട്ടൻ ഇന്ന് നേരത്തെ പോകണം, പാലക്കാട്ടേക്ക് പോകണമെന്ന് തോന്നുന്നു. അപ്പോൾ ദോശയും കറിയും അപ്പോൾ ആദ്യം വിൻചേട്ടനായിട്ടാക്കണം. നമ്മുടെ തേജു എനിച്ചിട്ടില്ല. ഞാൻ പറയാറുണ്ടല്ലോ, എല്ലാവർക്കും മൊരിഞ്ഞ ദോശ ചൂട് കൊടുക്കണേ, അപ്പളേ ചുട്ടെടുക്കണതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും, ഇപ്പം എനിക്കായാലും അതേട്ടാ, ആ കഴിക്കാറാവണ നേരത്തേക്ക് ഞാൻ എടുക്കാറുള്ളത്. നന്നായി ഇങ്ങനെ വട്ടം വീശി മൊരിച്ചെടുക്കൂട്ടാ. അങ്ങനെ ഇത് ഞാൻ മേശമ കൊണ്ടുവച്ചു. സാധാരണ ഞാൻ കൊണ്ടുവയ്ക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ, വിൻചേട്ടൻ വന്ന് എടുക്കാറുണ്ട്. അപ്പം ഇന്നായപ്പോൾ ഞാനൊന്ന് കൊണ്ടുവച്ചു എന്നുള്ളൂ. പിന്നെ നമ്മുടെ ചോറായത് മറ്റേ വാർക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ കമത്തി വെച്ചേക്കണ്. പിന്നെ ഒരു ഗ്യാപ്പിൽ കുറച്ച് കാപ്പി എടുത്ത് ഞാൻ കുടിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ തേജപ്പനെ എനിപ്പിക്കാറായിട്ടുണ്ട്. ഞാനൊരു 7:30 ആകുമ്പോൾ, ആദ്യമൊക്കെ ഞാൻ അവനെ 7 മണിക്ക് നീപ്പിച്ചിടുന്നു കേട്ടോ. എന്നാലൊരു 7:15 ആകുമ്പോഴെങ്കിലും അവനെ ഉറക്കം വിടുള്ളൂ. അപ്പോൾ ഇപ്പം ഞാനൊരു 7:30, 7:45 ആ ഒരു റേഞ്ചിലാട്ടം നീപ്പിക്കാറുള്ളൂ. ഇപ്പോൾ അവൻ തന്നെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ എനിക്ക് കുറേ കാര്യങ്ങളിൽ ഒന്ന് ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടി നേരം ഉറങ്ങിക്കോട്ടെ വിചാരിക്കും. പിന്നെ എനിച്ച വഴിക്ക് കുറച്ച് നേരം വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത ചോദ്യം ഉണ്ടാവുക, ഇനി എന്നാ അമ്മയെ ക്ലാസ് ഉണ്ടാവാണ്ടിരിക്കുക, ഇന്ന് ക്ലാസ് ഉണ്ടോ, ഇനി എത്ര ദിവസം ഉണ്ട് ക്ലാസ് അടയ്ക്കാൻ, അതായത് സാറ്റർഡേ സൺഡേയും ഇനി ആവാൻ എത്ര ദിവസം ഉണ്ട് എന്നാണ് ഈ കണക്ക് കൂട്ടണത്. അപ്പോൾ ഞാൻ ഇനിയുണ്ട് 3-4 ദിവസം എന്നൊക്കെ പറയുമ്പോൾ കുട്ടി അതിങ്ങനെ കയ്യിൽ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കഴിഞ്ഞ്, നാളെ കഴിഞ്ഞ്, മറ്റന്നാൾ കഴിഞ്ഞ്, അതിൻ്റെ പിറ്റുന്ന ക്ലാസ് ഇല്ല അല്ലേ, ഇതാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കണത് കേട്ടോ. അതിനിപ്പോൾ ഇന്ന് കുറച്ച് ഓക്കെ ആയിട്ടാണ് എനിച്ചേക്കണത്. ചില ദിവസങ്ങളിൽ ഇങ്ങനെ മൊരട്ട പിടിച്ച് എനിക്കാറുണ്ട് കേട്ടോ. ആ ദിവസം എനിക്ക് നല്ല പണിയും തരാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എനിക്കിത് ഇവിടെ എണ്ണ തേക്കാൻ വന്നിരുന്നാൽ ഓക്കെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ തലയിൽ നന്നായി വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ വെളിച്ചെണ്ണ മേത്തും മോത്തും തലയിലും നന്നായിട്ട് തേച്ച് കൊടുക്കാറുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം കേട്ടോ അത്. പിന്നെ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക കാലാവസ്ഥ പറഞ്ഞാൽ നല്ല കാറ്റല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആകും. പ്രത്യേകിച്ച് നമ്മുടെ തേജുവിൻ്റെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ സ്കിന്നാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ കൈമ ഒരു പാടുണ്ട്. ഇത് എന്താടാ ചോദിക്കുമ്പോൾ അവന് ഓർമ്മയില്ല. ഞാൻ പറയുന്നുണ്ട്, ഇതെങ്ങാനും കണ്ട ആരെങ്കിലും വിചാരിക്കും ഞാൻ തല്ലിയതാ പിച്ചിതാന്നൊക്കെ. പക്ഷെ ഞാൻ അടിക്കാറൊക്കെ ഉണ്ടാവാനില്ല എന്നല്ല, പക്ഷേ ഇതെന്താ പാട് വെച്ച് ഞങ്ങൾക്ക് രണ്ടാൾക്കും അറിയണില്ല കേട്ടോ. അവൻ പറയണ എവിടെയോ വീണതാന്നൊക്കെ കേട്ടോ. അപ്പം അങ്ങനെ അതേ കുളിയൊക്കെ കഴിഞ്ഞ്, എൻ്റെയും കുളി കഴിഞ്ഞു, അവൻ്റെയും കുളി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നേരം കൊണ്ട്. അപ്പോൾ അതേ അവനെ അമ്പാട്ടീനെയൊക്കെ തൊഴിച്ച് അവനുള്ളത് കഴിക്കാൻ കൊടുക്കാം കേട്ടോ. ദോശ ഗ്രീൻ പീസ് കറിയും ഇവന് ഇഷ്ടമാണ് കേട്ടോ. ദോശയുടെ കൂടെ ഗ്രീൻ പീസ് കറി കഴിക്കാൻ അവന് ഇഷ്ടമാണ്. അതുപോലെ പുട്ടിൻ്റെ കൂടിയും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൻ കഴിക്കുന്നുണ്ട്. ആ നേരം കൊണ്ട് ഞാൻ അവന് കൊണ്ടുപോകാനുള്ളതൊക്കെ പാത്രത്തിലാക്കി അടച്ച് അവൻ്റെ കിറ്റിലൊക്കെ ആക്കിയിട്ടൊക്കെ ബാഗിൽ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നിങ്ങൾക്ക് മനസ്സിലായി, ഇന്നലെ പ്രൊമോഷൻ വീഡിയോയിൽ ഇട്ടുണ്ടായിരുന്നു നമ്മുടെ ദേവൂസ് ബുട്ടീക്കിൽ, അതാണ്. അപ്പോൾ നമ്മുടെ തേജു ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവനെ കുറച്ച് നേരം വൈകിപ്പിച്ചാലും കുഴപ്പമില്ല എന്നുള്ളത് മെയിനായിട്ട് അവൻ തന്നെ കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ കുറേ കാര്യങ്ങൾ ഇടയിൽ കൂടെ തീർക്കാൻ പറ്റും. അല്ലെങ്കിൽ അവന് ഞാനിങ്ങനെ കഴിക്കാൻ കൊടുക്കണമല്ലോ. അപ്പോൾ ഇന്നലെ നമ്മുടെ തേജപ്പന് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, നാളത്തെ ആ ഒരു ക്രിസാലിസ് ഡേയുടെ പ്രോഗ്രാമിന് അവൻ ആ സംഭവം സബ്മിറ്റ് ചെയ്തേണ്ടേ. അപ്പോൾ അതിവിടെ പുറത്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് അവൻ്റെ ഫയലിലേക്ക് ഞാനൊക്കെ എടുത്ത് വെച്ച് അവൻ്റെ സ്റ്റഡി ടേബിളൊന്നും ഇപ്പം എല്ലാ സാധനങ്ങളും സ്റ്റഡി ടേബിളിൻ്റെ മുകളിലാണ് കേട്ടോ. പക്ഷേ സ്റ്റഡി ടേബിൾ പഠിക്കാൻ മാത്രം ഇപ്പോൾ ഉപയോഗിക്കണില്ല, എല്ലാ സാധനങ്ങളും കൊണ്ട് വെക്കാനുള്ളൊരു ടേബിളായിട്ട് അപ്പോൾ മാറിയേക്കണത്. അപ്പോൾ അതിൻ്റെ മുകളൊന്ന് സെറ്റാക്കിയിട്ട് നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കുടഞ്ഞ് വിരിച്ച് വൃത്തിയാക്കി. പിന്നെ അവൻ്റെ ഡ്രസ്സ് മാറ്റലും കാര്യങ്ങളൊക്കെ ഞാൻ വേഗം തീർത്തു. അവ അത് സ്പ്രേ അടിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പം ഞാൻ പുറപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അമ്പലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മുടെ മകരച്ചോവിയല്ലേ, അപ്പോൾ ഒന്ന് അമ്പലത്തിൽ പോകാൻ തൊഴാന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനും പുറപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവനെ വണ്ടി കയറ്റി നേരെ അമ്പലത്തേക്ക് പോവുക ചെയ്യുക. വണ്ടി കയറ്റിയിട്ട് പിന്നെ വീട്ടിൽ വന്ന് പുറപ്പെട്ട് പോകാൻ പറഞ്ഞാൽ അതിക്ക് ഭയങ്കര ചടപ്പ് പിടിച്ചൊരു പരിപാടിക്ക്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോകേണ്ട മൂഡ് പോവും. അപ്പം ഞാൻ പിന്നെ കൈയോടെ നേരെ അവനെ കയറ്റിയിട്ട് അങ്ങോട്ട് പോകാമല്ലോ വിചാരിച്ചിട്ട് ഞാനും വേഗം പുറപ്പെട്ടു.
പുറപ്പെടുന്നുണ്ട്. വലിയ പുറപ്പെടലൊന്നുമല്ല, ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഇരിക്കണ എല്ലാവരും ചോദിക്കും, ചേച്ചി ഇതിൻ്റെ മുകളിൽ എന്താ നമ്മുടെ മേക്കപ്പ് സ്റ്റാൻഡിൻ്റെ മുകളിൽ കുറേ സാധനങ്ങൾ ഉണ്ടോയെന്ന്. നിങ്ങൾക്ക് അതിൽ ഒരുവിധം ബ്രാൻഡിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും കാണാൻ പറ്റും കേട്ടോ. അതായത് ഞാനും ഇത്ര ചേച്ചിയുടെ അടുത്ത് നിന്ന് വാങ്ങുന്ന സൺസ്ക്രീൻ ഉണ്ട്, ഞാൻ പർപ്പിളിൽ നിന്ന് വാങ്ങുന്ന സൺസ്ക്രീൻ ഉണ്ട്, മോയ്സ്ചറൈസർ ഉണ്ട്, നൈറ്റ് ക്രീം ഉണ്ട്, പിന്നെന്താ നമ്മുടെ ഗുഡ് വൈബ്സിൻ്റെ നമ്മുടെ പീൽ ഓഫ് മാസ്ക്, അങ്ങനത്തെ ഐറ്റംസ്, ഹെയർ സ്പ്രേ, ഹെയർ സിറം, ഹെയർ ഓയിൽ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങും. എല്ലാതും ഞാനിങ്ങനെ ഉപയോഗിച്ച് നോക്കും അങ്ങനെ കേട്ടോ. അപ്പം അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, കുറേ ഒഴിവാക്കുള്ളതും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ മുടി നല്ല നനവുണ്ട്, അപ്പോൾ ഒന്ന് ഉണക്കി വലിയ കാര്യമായിട്ട് ഡ്രൈ ആക്കല്ല കേട്ടോ. ഇങ്ങനെ വെള്ളം ഒറ്റ വീഴില്ലേ, അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. കാരണം എൻ്റെ ഡ്രസ്സിൻ്റെ ബാക്ക് നനയും, പിന്നെ അത് വേഗം കരിമന പിടിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒറ്റ വീഴാണ്ടിരിക്കാനുള്ള രീതിയിൽ ഒന്ന് ഡ്രൈ ആക്കി കൊടുത്തിട്ടുണ്ട്. ഓവറാക്കിയിട്ട് ഇങ്ങനെ തൂളിച്ച് ഭാവിക്കണമെന്നില്ല, ഒന്നിങ്ങനെ ഡ്രൈ ആക്കി വിട്ടു കൊടുത്തു കേട്ടോ. പിന്നെ അങ്ങനെ എല്ലാം എടുത്ത് വാതിലൊക്കെ പൂട്ടി തേജപ്പൻ്റെ ബാഗും എല്ലാതും കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങാണിക്കിനി മുടി കെട്ട് വിടാണ്ട് കേട്ടോ, കെട്ടാർക്കാണ്ട്. അപ്പം അത് നടന്ന് കെട്ടാർക്കും. പിന്നെ അമ്പലത്തിൽ കയറുമ്പോൾ നമ്മൾ കൈ കഴുകിയിട്ട് കയറും. കുറേ എന്തോ ഒരു വീഡിയോയിൽ ഞാൻ അങ്ങനെ കൈ കഴുകണമെന്നൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏതോ ഒരു വട്ടം ഇങ്ങനെ മുടി ഇങ്ങനെ ചിക്കോർത്തിട്ട് ഇങ്ങനെ അമ്പലത്തിൽ പോകണത് കാണിച്ചു. അപ്പം അതിൽ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടിയും ഇങ്ങനെ തൊട്ടിട്ട് അമ്പലത്തിൽ കയറി പോകാൻ പാടില്ല എന്ന്. അവിടെ അമ്പലത്തിൽ കയറണോടെ തന്നെ പൈപ്പ് ഉണ്ട്. പിന്നെ ഞാൻ ഈ ഓടി വന്നത് നമ്മുടെ ഫോൺ എടുക്കാനാട്ടോ, കാരണം ട്രൈപോഡിൻ്റെ മുകളിൽ ഞാൻ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓടി വന്ന് നമ്മുടെ ഫോണൊക്കെ എടുത്തിട്ട് തേജപ്പനെ വണ്ടി കയറ്റണം കേട്ടോ. അപ്പം അങ്ങോട്ടാണ് പോണത്. അങ്ങനെ നമ്മൾ നമ്മുടെ തേജുവിൻ്റെ മിച്ചുവിൻ്റെയും നിവേദിൻ്റെ വീടിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ വണ്ടി കയറ്റിയ സംഭവം. നമുക്ക് നമ്മുടെ വീടിൻ്റെ മുന്നിൽ നിന്ന് കയറാം ഇറങ്ങാനൊക്കെ പറ്റും. പക്ഷേ ഈ വീട് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ വീട് നമ്മുടെ. പിന്നെ രണ്ട് വട്ടമായിട്ട് വണ്ടി നിർത്തണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് തന്നെ അങ്ങനെ കയറ്റണത്. അങ്ങനെ വണ്ടി വന്നു കേട്ടോ. വന്നിട്ട് അവൻ കയറി. പക്ഷെ അവനൊക്കെ വണ്ടിയുടെ ചില്ലിൽ കൂടെ പ്രാവശ്യം കാണാൻ പറ്റില്ല. കാരണം കർട്ടൻ നിൽക്കുമ്പോഴേക്കും വണ്ടി എടുത്തു. കുട്ടി കയറി ഇരുന്ന് ബാഗൊക്കെ വെച്ചിട്ട് വേണമല്ലോ കർട്ടൻ നിൽക്കണമെങ്കിൽ. അപ്പോഴേക്കും വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ അമ്പലത്തിലെത്തി തൊഴാനാട്ടോ നടക്കണത്. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലേ, അമ്പലത്തിൽ കയറി തൊഴുതു. പിന്നെ പ്രസാദം വാങ്ങിട്ടോ. ഞാൻ എപ്പോൾ പ്രസാദം വാങ്ങുമ്പോഴും കുറച്ച് കൂടുതൽ എടുക്കൂട്ടോ അവിടെ നിന്ന്. കുറ്റിയാലായതുകൊണ്ട് തന്നെ അമ്പലക്കുളത്തിൻ്റെ അവിടെ നിൽക്കുമ്പോഴേ നല്ല തണവാടുന്നു. പിന്നെ നല്ല കാറ്റും വീശുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം അവിടെ നിന്ന് പോന്നു. പിന്നെ വീട് എത്തിക്കഴിഞ്ഞാൽ എനിക്കുള്ളൊരു പണി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചെടി നനയ്ക്കണം. ഞാൻ എപ്പോഴുള്ളത് ഇപ്പോൾ 2 നേരം നമുക്ക് ചെടി നനയ്ക്കണം കേട്ടോ. കാരണം നല്ല വെയിലാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് 2 നേരം നനയ്ക്കണം. അപ്പോൾ തേജുവിനെ എപ്പോൾ വണ്ടി കയറ്റി വന്നാലും ഞാൻ വീട്ടിൽ കയറിനേക്കാൻ മുന്നേ ചെടി നനച്ചിട്ട് വീടിൻ്റെ ഉള്ളിൽ കയറാറുള്ളൂ കേട്ടോ. അങ്ങനെ വന്ന് ചെടി നനയ്ക്കാനായിട്ടാണ് നിൽക്കുന്നത്. അപ്പം പിന്നെ ഞാൻ ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചത്, കുറേ പേര് നമ്മളോട് പറഞ്ഞു ഒരുപാട് സന്തോഷം, കട്ടയൊക്കെ വിരിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് മുറ്റം കണ്ടപ്പോൾ നമ്മളെയൊക്കെ സന്തോഷം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം സ്റ്റാർട്ടിങ് തൊട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, നമ്മൾ ഒരുവിധം നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോ കൂടെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടിട്ടാണ് തോന്നുന്നു കേട്ടോ. കുറച്ച് പേർക്ക് നമ്മളെ കുറിച്ച് നന്നായിട്ട് അറിയാം. പിന്നെ ഞാനിതിലൊരു കാര്യം കൂടി കാണിച്ചു തരുന്നുണ്ട്. കുറേ പേർക്ക് വീഡിയോസ് എടുക്കുക, വീഡിയോസ് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. പക്ഷേ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ പിന്നിൽ എത്രത്തോളം കഷ്ടപ്പാടുണ്ട് എന്നത് ചെയ്ത് നോക്കിയവർക്ക് അറിയുന്നുണ്ടായിരിക്കും ഓരോ വീഡിയോസ് എടുക്കുമ്പോൾ. ഇതിപ്പം ഞാൻ കാണിക്കണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സൈഡ് നനയ്ക്കുമ്പോൾ ഇവിടെ ട്രൈപോഡ് കൊടുന്ന് വെച്ച് ഇതിങ്ങനെ ക്ലിപ്പ് എടുക്കും. കുറേ നേരം നമുക്കിത് മൊത്തം എടുക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ സ്പേസ് കഴിയും, ഫോണിലെ സ്പേസ് കഴിയുന്ന കാരണം നമ്മളിങ്ങനെ കുറച്ചേശ്ശെ ക്ലിപ്പുകൾ മാത്രമേ എടുക്കുള്ളൂ. ഏറ്റവും പണി അതാണ് ഈ കുറച്ചേശ്ശെ ക്ലിപ്പ് എടുക്കുമ്പോൾ. ഇതിപ്പോൾ ഇങ്ങനെ ഇടും, ഞാൻ ചെല്ലും, ക്യാമറ ഓഫാക്കും, എന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ കൊണ്ട് ക്യാമറ വയ്ക്കും, എന്നിട്ട് വീണ്ടും വന്ന് പൈപ്പ് എടുക്കും, ഇത് നനയ്ക്കും. ഒരു 10 നട അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കണം. അതായത് 5 മിനിറ്റിൻ്റെ അല്ലെങ്കിൽ വേണ്ട, ഒരു അരമണിക്കൂറിൻ്റെ പണി നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ 2 മണിക്കൂർ കൊണ്ടേ തീർക്കാൻ പറ്റുള്ളൂ. മെയിനായിട്ട് ഓരോ സ്പോട്ടിൽ ക്യാമറ വയ്ക്കണം, അങ്ങനെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നവർക്കും അവരുടേതായ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഉണ്ട്. അതാട്ടോ പറഞ്ഞത്. അപ്പം അത്രയും സിമ്പിളായിട്ട് നിങ്ങൾ ഒരിക്കലും കാണരുത്. നമ്മളൊരു വ്ളോഗോ അല്ലെങ്കിൽ ഒരു ഷോർട്സോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കുറച്ച് പണിയെടുത്തിട്ട് തന്നെയാണ് എത്തിക്കുന്നത്. പിന്നെ എഡിറ്റ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക, ഈ ഒരു ദിവസം പോണത് നമ്മൾ അറിയ പോലും ഇല്ല. എല്ലാവരും ചോദിക്കുമ്പോൾ ചേച്ചിക്ക് നേരം പോവോ വീട്ടിൽ നിന്ന്. എനിക്ക് നേരം തികയണില്ല സത്യം പറഞ്ഞാൽ. അതായത് ഇതിപ്പോൾ പുറത്ത് ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ 10 മണിക്ക് പോയി 6 മണി 7 മണിക്ക് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വീട്ടിലെ കാര്യം
അങ്ങനത്തെ ഒരു ലൈഫല്ലേ, അവരുടെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് അങ്ങനെയല്ലേ. പക്ഷെ നമുക്ക് എല്ലാവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടില്ല എന്നല്ല കേട്ടോ, ഞാനൊന്ന് നമ്മുടെ കാര്യം കൂടി പറഞ്ഞു എന്ന് മാത്രമേ. നമുക്കെന്ന് പറയുമ്പോൾ 24 മണിക്കൂറും പണിയാണ്. കാരണം എല്ലാതും വീഡിയോ എടുക്കും, ഇതിങ്ങനെ ഷെയർ ചെയ്യും, എഡിറ്റ് ചെയ്യും, പോസ്റ്റ് ചെയ്യും. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരു സമാധാനം എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങനെ ബുദ്ധിമുട്ടുന്നതിനുള്ളത് നമുക്ക് കിട്ടുന്നുണ്ട്. യൂട്യൂബിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ഞാൻ ഇടുന്ന എഫേർട്ടിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ തൃപ്തയാണ്. പക്ഷേ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം, ഇതുപോലെ എത്രയോ പേര് കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് വീഡിയോ ഇട്ടിട്ടും ഒന്നും ആവാത്തവരും, ഒന്നും എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് ചെയ്യുന്നവരും ഒന്നും എത്താത്തവരുണ്ട്. അപ്പോൾ അവരെ ആലോചിക്കുമ്പോൾ എനിക്ക് പേഴ്സണലി അറിയുന്നവർ തന്നെ ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. എത്ര കഷ്ടപ്പെട്ടിട്ട് ഒരു വീഡിയോ എടുക്കുക, എന്നിട്ട് എന്താ അവരുടെ വീഡിയോ ഒന്നും റീച്ച് ആവാത്ത. ഞാൻ പരമാവധി പറ്റാവുന്നവരെ ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. എനിക്കറിയുന്ന കുറേ പേരെ ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്കറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കേട്ടോ. മെയിനായിട്ട് എനിക്കറിയാം യൂട്യൂബിൽ നിന്ന് തന്നെ, ഈ ഒരു ഫീൽഡിൽ നിന്ന് തന്നെ കിട്ടിയവർ തന്നെയാണ് കേട്ടോ. എനിക്ക് കുറേ പേര് ഇതേപോലെ ഡൗട്ട് ചോദിച്ചിട്ടൊക്കെ വരും. പിന്നെ കുറേ പേർക്ക് എനിക്ക് റിപ്ലൈ കൊടുക്കാനൊന്നും പറ്റാറില്ല കേട്ടോ. അത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാലോ ഒരു ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും, എല്ലാം കൂടി മാനേജ് ചെയ്യാൻ എനിക്ക് സത്യം പറഞ്ഞാൽ പറ്റാറില്ല. അതുകൊണ്ട് കുറേ പേർക്ക് കമൻസിന് റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല, മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല. അതാണ് ഞാനിങ്ങനെ പറയുന്നത്. ഇപ്പോൾ കുറേ പേര് ഇപ്പം ഇടയ്ക്ക് ഇങ്ങനെ കമൻസിൽ വരുന്നത് കാണാം, ഇപ്പോൾ ചേച്ചി റിപ്ലൈ തരണില്ല, ചേച്ചിക്ക് ഭയങ്കര ജാടയായി എന്നൊക്കെ. ഒരിക്കലല്ല, ഇപ്പം ചിലവർക്ക് ഇങ്ങനെ ആക്കാൻ വേണ്ടി പറയുമ്പോൾ ഞാൻ പറയാം കുറച്ച് ജാടിരിക്കട്ടെ എന്നൊക്കെ പറയും. അതൊന്നുമല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ എടുക്കണം, ഇനി എഡിറ്റ് ചെയ്യണം, അത് പോസ്റ്റ് ചെയ്യണം, അത് കൂടാണ്ട് നമുക്ക് വീട്ടിലെ പണികൾ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെയാണ് നമ്മൾ ചെയ്യണത്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ FBയും കൂടി ഞാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ഒരുവിധം എല്ലാ കാര്യങ്ങളും ചെയ്യണം. കാരണം നമുക്ക് എപ്പോഴും ഈ കമൻസിന് റിപ്ലൈ തരാനോ മെസ്സേജിന് റിപ്ലൈ തരാനോ ഒന്നും എനിക്ക് പറ്റാറില്ല. എന്നാലും പറ്റുന്നത് കാണുമ്പോൾ ഞാൻ കൊടുക്കാറുമുണ്ട്. ആ ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരിക്കലും നിങ്ങളെ മറന്നുകൊണ്ട് ഞാൻ ഒരിക്കലും നമ്മുടെ യൂട്യൂബ് ചാനൽ നടക്കില്ല. കാരണം നിങ്ങളാണ് എൻ്റെ ശക്തി എന്ന് പറയണത് കേട്ടോ. അത്രയും പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നമുക്ക് ഫാമിലിയിൽ നിന്നൊന്നല്ല എനിക്ക് സപ്പോർട്ട്, സത്യം പറഞ്ഞെങ്കിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടണത് നിങ്ങൾ തന്നെയാണ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ. അങ്ങനെ ഇതേ ചെടികളൊക്കെ നനയ്ക്കൽ കഴിഞ്ഞു. ഞാനൊരു 4 നട നടന്ന് കണ്ടില്ലേ നിങ്ങൾ. പിന്നെ ഇതേ ചായ കുടിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു കുഞ്ഞു ദോശ, ബാക്കി കുറച്ച് ദോശ ഉണ്ടായിരുന്നു കേട്ടോ, ദോശമാവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു കുഞ്ഞു ദോശ ഉണ്ടാക്കി. അങ്ങനെ ഗ്രീൻ പീസ് കറിയും നമ്മുടെ ദോശയും കൂടി ഞാൻ ഇരുന്നിട്ട് TV വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തോ TV-യിൽ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ മാറ്റി ഇരിക്കും. അതായത് ഒരു സിനിമ വെക്കണമെങ്കിൽ, സിനിമ കണ്ടുപിടിക്കുമ്പോഴേക്കും എൻ്റെ കഴിക്കൽ കഴിയട്ടെ, എന്തെങ്കിലുമൊക്കെ കാണാച്ചിട്ട്. അപ്പോൾ അതാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം അടിച്ചുവരാൻ നോക്കുക കേട്ടോ. അടിച്ചുവരലും തുടക്കലൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ കുറേ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. കാരണം നമ്മുടെ ഫോണിൽ ചാർജ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചുവരുന്ന ഒരു ക്ലിപ്പ് എടുത്തിട്ട് ഞാൻ ചാർജ് കുത്തി വെച്ചിട്ടാണ് ബാക്കി അടിച്ചുവരലും തുടക്കലൊക്കെ ചെയ്തത്. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല എന്നുള്ളൂ എന്ന് വെച്ചിട്ട് അത് ചെയ്തില്ല എന്നല്ല കേട്ടോ. അപ്പോൾ അതേ ഞാനിങ്ങനെ പതുക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ എപ്പോഴും സ്പീഡിലല്ല ഞാൻ അടിച്ചുവരന് കാണാറ്. ഞാൻ ഇങ്ങനെയായിട്ട് അടിച്ചു വരിക ഭയങ്കര പതുക്കെ എല്ലാ മുക്കൊന്നും അടിച്ചെടുത്തിട്ട്. പക്ഷേ എല്ലാ പ്രാവശ്യം ഞാൻ വീഡിയോ സ്പീഡാക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അടിച്ചു തീരുന്ന പോലെ തോന്നാറില്ല. എനിക്ക് അടിച്ചൊരു തുടക്കണമെങ്കിൽ എങ്ങനെ പോലെ ഒരു 1/4 മണിക്കൂർ വേണം. എന്നാലാണ് എൻ്റെ ഒരു ദിവസത്തെ അടിച്ചോറിൽ തുടക്കൽ കഴിയുള്ളൂ. ഇങ്ങനെ പതുക്കെ ഇങ്ങനെയാണ് ഞാൻ അടിച്ചു വരാറ് കേട്ടോ. അങ്ങനെ അതെ അതിൻ്റെ ഇടയ്ക്ക് TV-ക്ക് നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ. എൻ്റെ അടിച്ചോറിൽ തുടക്കൽ അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഇനി വെറുതെ TV വെച്ചേക്കാണ് കേട്ടോ. പെട്ടെന്ന് തുറന്നപ്പോൾ എന്ത് നടന്നു. അപ്പോൾ അങ്ങനെ അതിരുന്ന് കണ്ടു. ഇപ്പോൾ സമയം 11 മണിക്ക് ആവണുള്ളൂ. ഇനി എനിക്കൊന്ന് ത്രെഡ് ചെയ്യാൻ പോകണം. പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്, അതൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ പോവാൻ ഇങ്ങനെ പണികളൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴേ ഭയങ്കര മടി. അപ്പോൾ ഇങ്ങനെ മടി പിടിച്ചിങ്ങനെ ഇരിക്കും. പക്ഷേ പോകണോ കുറച്ച് കഴിഞ്ഞിട്ട് പോകണമെന്ന് ആലോചിച്ചിട്ട് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ചൂടോടക്കനെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. പക്ഷേ മടിയാണ് പ്രശ്നം. ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും പോകണം കേട്ടോ. കുറച്ച് നേരം ഇരുന്ന TV കാണട്ടെ. ഉറക്കം വരുന്നുണ്ട്, നല്ലോണം ഉറക്കം വരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ രാവിലെ നേരമായിരിക്കും നല്ല ഉറക്കം വരും. രാവിലെ നേരത്തെ എനിക്കണോണ്ടാ തോന്നുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. അങ്ങനെ ഇരുന്നാൽ ഞാൻ അവിടെ ഇരിക്കുന്ന അറിയണോണ്ട് തന്നെ ഞാൻ വേഗം ത്രെഡ് ചെയ്യാനൊക്കെ പോവാന്ന് വിചാരിച്ചിട്ട് ഇത് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ഇതിക്ക് വിൻഷേട്ടൻ കൊടുന്നിട്ടുള്ള നമ്മുടെ ശിവൻ്റെ ഒരു കീ ചെയിൻ എനിക്ക് ഇടാൻ പറ്റിയതായിരുന്നേ. അപ്പോൾ അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം പോയത് ത്രെഡ് ചെയ്യാനാട്ടോ. നമ്മുടെ സന്ധ്യേച്ചിയുടെ അടുത്ത് പോയിട്ട്, ചാത്തന്നൂർ സന്ധ്യേച്ചിയുടെ അടുത്ത് പോയിട്ട് ത്രെഡ് ചെയ്തു. പിന്നെ എനിക്ക് വീട്ടിലേക്ക് കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാതും ഇതേ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. എല്ലാത്തിനും കുറച്ച് കേട്ടോ. പക്ഷേ ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നു വാങ്ങാൻ. അങ്ങനെ അതും
അതും വാങ്ങി. പിന്നെ ഞാൻ സ്ട്രോബെറി കണ്ടു കേട്ടോ അവിടെ ചെന്നപ്പോൾ. സാധാരണ അവിടെ കാണാറില്ല, അപ്പോൾ കണ്ടപ്പോൾ അതെ അതും ഒരു ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ പൊടികൾ വാങ്ങാണ്ടായിരുന്നു, അതും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് കണ്ടു കേട്ടോ, അതായത് എന്താ പറയുക മുന്തിരി ഇല്ലേ, മുന്തിരി മറ്റേ ടൈപ്പില്ലേ, എന്താ കുരുമില്ലാത്ത ടൈപ്പില്ലേ, അപ്പോൾ അത് 2 ടൈപ്പ് മുന്തിരി കണ്ടപ്പോൾ അതും കൂടി വാങ്ങിയിട്ടാ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു മുന്തിരി, നല്ല ടേസ്റ്റ് അത്. കാരണം അതെല്ലാം വാങ്ങി ഇതേ വണ്ടിയുടെ ഉള്ളിൽ വെക്കാൻ നോക്കിയപ്പോൾ സ്പേസ് ഇല്ല, അപ്പം ഞാൻ നേരെ ഫ്രണ്ടിൽ വെച്ചു. ഇനി നമുക്ക് നേരെ വീട്ടിൽ പോകണം. സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തിയിട്ടാ. വീട്ടിലെത്തി അതെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒതുക്കി വെക്കണം. ഇപ്പം എന്തായാലും ഒതുക്കില്ല, സമയം 1 മണിയായി, എനിക്ക് വിശക്കുണ്ട്. അപ്പോഴത്തേക്ക് സ്ട്രോബെറി ഇത് തേജുവിന് നാളെ ഇടയ്ക്ക് അവന് ഭയങ്കര ഇഷ്ടമാണ് സ്ട്രോബെറി, ഇടയ്ക്ക് അവന് ഇഷ്ടമല്ല. അപ്പം ഇന്നാളിപ്പോൾ പോയപ്പോൾ ആര് കൊടുത്തൂല്ലോ അവിടുന്ന്, അപ്പം തുടങ്ങിയതാണ് ഇപ്പം ഇതിനോടൊരു ഇഷ്ടം. ഇനിയിപ്പോൾ ഇത് ഞാൻ വാങ്ങി വെച്ചിട്ട് ചിലപ്പോൾ അവൻ കഴിക്കൂല, അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഇടയ്ക്ക് അവന്. അപ്പോൾ ഇതൊക്കെ കുറച്ച് സാധനങ്ങൾ ഒതുക്കി വയ്ക്കാനുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗ് ഇത്രേ ഉള്ളൂ. വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.